നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 2 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. നന്നായി വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊരു ഭാഗത്ത് മാറ്റി വയ്ക്കുക. ആഫ്റ്റർ 20 മിനിറ്റ്സ് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് ഈ ചിക്കൻ ആ പാത്രത്തിലുള്ള ആ ഒരു മസാലയൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിക്കണം. ആ വെള്ളം മാത്രം നമ്മൾ ചേർക്കുന്നത്. നന്നായി കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്ത് മാറ്റി അത് വെക്കുക. അതിനുശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് സവോള ചേർക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. മല്ലിയില, വേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് കേട്ടോ. ഉപ്പ് ചേർക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായി വഴറ്റുക. ഇതൊരു അല്പം ടൈം എടുക്കുന്നൊരു പ്രോസസ്സിങ്ങാണ്. നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റും നല്ലൊരു ഇത് വരുള്ളൂ. അങ്ങനെ ഇത് നന്നായി വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇത് വീണ്ടും നന്നായി മൂത്ത് വരുമ്പോൾ ഒരു മൂത്ത മണക്ക് വരുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയം നോക്കിയിട്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലെ വെള്ളം ഊറ്റി ഇതിലേക്ക് ഒഴിക്കുന്നു. നല്ല ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ ഈ കുക്ക് ചെയ്ത പാത്രത്തിലേക്ക് ചിക്കനിലേക്ക് ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ഒരു അടിപൊളി ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.